നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാറ്റോ സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ പ്രതികരണവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. നാറ്റോയിൽ തുടരുന്നത് അമേരിക്കയുടെ തന്നെ താൽപര്യങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണെന്നും നാറ്റോ അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിനും സുരക്ഷയ്ക്കും അത്യന്താവശ്യമാണെന്നും സ്റ്റാമർ. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും എണ്ണവിലയിൽ കുതിച്ചുകയറ്റം. ലെബോണിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിവിട്ടു. ഇംഗ്ലണ്ടിലെ NHS മേഖലയിൽ നിലനിൽക്കുന്ന പണിമുടക്കുകൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നതായി റെസിഡന്റ് ഡോക്ടർമാരുടെ നേതാവ് ഡോക്ടർ ജാക്ക് ഫെച്ചർ. ചർച്ചകളിൽ സർക്കാർ സത്യസന്ധത കാണിക്കുന്നില്ല എന്നും ഡോക്ടർമാരെ പൊതുജനത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം. 2008 ശേഷമുണ്ടായ പണപ്പെരുപ്പത്തിന് ആനുപാതികമായി ശമ്പളത്തിന്റെ 26% വർധനവ് വേണമെന്നും ഡോക്ടർമാർ. ആർടെമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിൽ തിരികെ എത്തി 4 പേരെയും അഭിനന്ദിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശാന്തസമുദ്രത്തിലിറങ്ങിയ 40 സംഘത്തിൽ US നാവികസേനയുടെ കപ്പൽ രാജ്യത്തെത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ പിടിയിൽ. പോലീസ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രധാന പ്രതി അമൻ തിവാരി പിടിയിലായത് ബക്സർ ജില്ലയിലെ സിംറി പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ്. പദ്ധതി നടപ്പിലാക്കാൻ പ്രതികൾ സമയപരിധി നിശ്ചയിക്കുകയും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് പണം തേടിയതായും റിപ്പോർട്ട്. ലെബനിൽ നടക്കുന്ന ആക്രമണങ്ങൾ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇസ്രായേൽ ലെബനിൽ നടത്തിയ ആക്രമണത്തോട് പ്രതികരിച്ചത്. ഇന്ത്യ എക്കാലവും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത് ഏതൊരു രാജ്യത്തെയും ജനങ്ങളുടെ സുരക്ഷയ്ക്കാണെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ്. ലെബനിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. സഭയ്ക്കും ബിഷപ്പുമാർക്കുമെതിരെയുള്ള അധിക്ഷേപങ്ങൾക്ക് പിന്നാലെ BJP നേതാക്കളും NDA സ്ഥാനാർത്ഥികളുമായ PC ജോർജിനും ഷോൺ ജോർജിനും മറുപടിയുമായി കത്തോലിക്ക സഭ മുഖപത്രം. സഭയ്ക്ക് നേരെ ഭീഷണികൾ ആദ്യത്തേതും അവസാനത്തേതുമല്ലെന്നും ഇനിയും നിലപാട് തുറന്നു പറയുമെന്നും മുഖപ്രസംഗം. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സഭാ വിമർശനങ്ങളെ പിന്തുണച്ച് മുൻ DGPയും BJP അനുഭാവിയുമായ DP സെൻകുമാർ. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായി ഹിന്ദുവിനെ വിട്ട് BJP പോയപ്പോൾ തന്നെ താൻ ഇതെല്ലാം പറഞ്ഞതാണെന്നും സെൻകുമാർ. മുഖ്യമന്ത്രി ചർച്ച ഒഴിവാക്കണമെന്ന പൊതുവികാരം കോൺഗ്രസിൽ ശക്തമാകുന്നു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ശരിയല്ലെന്ന നിലപാടിൽ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ. UDF സ്വപ്നം കാണുന്നത് 90 സീറ്റിൽ കുറയാത്ത വിജയം. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ അവകാശവാദങ്ങൾ തർക്കങ്ങളും ആരംഭിച്ചു. ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന കെ സുധാകരന്റെ അഭിപ്രായത്തിൽ തെറ്റില്ല എന്ന് KC വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. നാറ്റോ സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ പ്രതികരണവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. നാറ്റോയിൽ തുടരുന്നത് അമേരിക്കയുടെ തന്നെ താൽപര്യങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാറ്റോ കേവലം യൂറോപ്പിന്റെ സുരക്ഷയ്ക്കും മാത്രമല്ല, അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിനും സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്ന് സ്റ്റാമർ വാദിക്കുന്നു. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണമെന്നും കൂടുതൽ തുക ചിലവഴിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ തന്റെ സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. മേഖലയിലെ സമാധാനത്തിനും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരം സുഗമമാക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നാറ്റോ അംഗങ്ങൾ മതിയായ തുക പ്രതിരോധത്തിനായി ചിലവാക്കുന്നില്ലെന്നും അതിനാൽ അമേരിക്ക സഖ്യം വിടുമെന്നുമാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിനെ പ്രതിരോധിക്കാനാണ് സ്റ്റാമർ ശ്രമിക്കുന്നത്. യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം ശക്തമായി തുടരണമെന്നാണ് ബ്രിട്ടന്റെ നിലപാടെന്നും ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എങ്കിലും എണ്ണവിലയിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ഇതിനെ തുടർന്ന് പെട്രോൾ ഡീസൽ വിലകൾ വീണ്ടും ഉയർന്നു. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ ബ്രന്റ് ക്രൂഡ് വില ഏകദേശം 35% വരെ ഉയർന്നതായാണ് പുറത്തുവരുന്ന കണക്കുകൾ. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ കുറവുണ്ടായി എങ്കിലും അത് നിലനിൽക്കുമോ എന്ന അനിശ്ചിതത്വം വിപണിയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ലെബനോണിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ സാഹചര്യത്തെ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ആഗോള എണ്ണ വിതരണത്തിന് നിർണായകമായ ഹോർമൂസ് കടലിടുക്ക് തുറക്കപ്പെടുമോ എന്നത് ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. കപ്പലുകൾക്ക് സുരക്ഷിതമായ ഗതാഗതം അനുവദിക്കുമെന്നത് വെടിനിർത്തൽ കരാറിലെ പ്രധാന വ്യവസ്ഥയായിരുന്നു എങ്കിലും ഇസ്രയേൽ ആക്രമണങ്ങൾ തുടർന്നാൽ കടലിടുക്ക് അടച്ചിടുമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. ഇതിനിടെ പ്രതിദിനം ഏകദേശം 130 കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന വഴിയിൽ ഇപ്പോൾ വളരെ കുറച്ച് കപ്പലുകൾ മാത്രമാണ് കടന്നുപോകുന്നത്. ബാക്കി ചരക്ക് കപ്പലുകൾ നീക്കാൻ കുറഞ്ഞത് 10 ദിവസമെങ്കിലും വേണ്ടിവരും എന്നാണ്. സാധാരണ നിലയിലേക്ക് എത്താൻ ആഴ്ചകളും മാസങ്ങളും എടുക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്ധനവിലയിൽ ഉടൻ വലിയ കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഹോൾസെയിൽ വിലയിൽ കുറവ് വന്നാലും പമ്പ് നിരക്കുകൾ അത് പ്രതിഫലിക്കാൻ 10 ദിവസം മുതൽ 14 ദിവസം വരെ വൈകുമെന്നാണ് വിലയിരുത്തൽ.
വെടിനിർത്തൽ സ്ഥിരത പുലർത്തുകയാണ് എങ്കിൽ അടുത്ത ആഴ്ചയോടെ വിലകൾ സ്ഥിരത കൈവരിച്ച് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്നും സൂചനയുണ്ട്. എന്നാൽ നിലവിലെ അനിശ്ചിതത്വം മൂലം ആഗോള വിപണികളും സമ്മർദ്ദത്തിലാണ്. ഓഹരി വിപണികളിൽ ചെറിയ ഇടിവുകളും രേഖപ്പെടുത്തി. ഇംഗ്ലണ്ടിലെ NHS മേഖലയിൽ നിലനിൽക്കുന്ന പണിമുടക്കുകൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നതായി റെസിഡന്റ് ഡോക്ടർമാരുടെ നേതാവ് ഡോക്ടർ ജാക്ക് ഫർച്ചർ മുന്നറിയിപ്പ് നൽകി. സമരം പിൻവലിക്കുന്നതിനായി UK സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്ന ശമ്പള വർധനവ് പിൻവലിച്ചു. സമാധാന കരാറിനായി ആദ്യം വാഗ്ദാനം ചെയ്ത തുകയിൽ നിന്നും സർക്കാർ അവസാന നിമിഷം പിന്നോട്ടു പോയെന്നും തുക കുറച്ചെന്നും ഡോക്ടർമാരുടെ സംഘടനയായ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ആരോപിക്കുന്നു. ചർച്ചകളിൽ സർക്കാർ സത്യസന്ധത കാണിക്കുന്നില്ലെന്നും ഡോക്ടർമാരെ പൊതുജനത്തിനു മധ്യത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഓഗസ്റ്റ് മാസം വരെ പണിമുടക്കാനുള്ള അനുമതി നിലവിലുണ്ട്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഓരോ മാസവും സമരം തുടരാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. 2008 ശേഷമുണ്ടായ പണപ്പെരുപ്പത്തിന് ആനുപാതികമായി ശമ്പളത്തിൽ 26% വർധനവ് വേണമെന്നായിരുന്നു ഡോക്ടർമാരുടെ പ്രധാന ആവശ്യം. സ്പെഷ്യലിസ്റ്റ് ട്രെയിനിംഗ് ലഭിക്കുന്നതിനുള്ള തടസ്സങ്ങളും നീക്കുകയും UK പരിശീലനം ലഭിച്ച ഡോക്ടർമാർക്ക് മുൻഗണന നൽകുകയും വേണം. ഡോക്ടർമാർക്ക് നൽകിയ വാഗ്ദാനം 35.2% ശമ്പള വർധനവിന് തുല്യമാണ് എന്നും അത് 3 വർഷത്തെ പാക്കേജ് ആണെന്നും സർക്കാർ വാദിക്കുന്നത്. പണിമുടക്കുകൾ NHSന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് എന്നും ഏതാണ്ട് 3 ബില്യൺ പൗണ്ട് ഇതുവരെ ചിലവായെന്നും സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് ഡോക്ടർമാരുടെ 15ാമത് പണിമുടക്ക് അവസാനിക്കുമെന്നും എങ്കിലും ചർച്ചകൾ പുനരാരംഭിച്ചില്ല എങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് നീങ്ങാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. UKയിലെ കോടതികളിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ പുതിയ നിർദ്ദേശവുമായി ലേബർ പാർട്ടി MPമാർ. ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ഗാർഹിക പീഡനം എന്നിവ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതികൾ സ്ഥാപിക്കണമെന്ന് MPമാരായ ഷാർലറ്റ് നിക്കോളസും സ്റ്റെല്ല ക്രീസിയും ആവശ്യപ്പെട്ടു. കേസുകൾ തയ്യാറാക്കുന്നതിനും വിചാരണ നടത്തുന്നതിനും കർശനമായ സമയപരിധി നിശ്ചയിക്കണമെന്നും ഈ നിർദ്ദേശത്തിൽ പറയുന്നു. കേസിന്റെ വിചാരണകൾ കുറയ്ക്കുവാനുള്ള സർക്കാരിന്റെ നീക്കത്തിന് എതിരെയാണ് MPമാർ ഈ ഭേദഗതി കൊണ്ടുവരുന്നത്. മജിസ്ട്രേറ്റ് കോടതികളിൽ കൂടുതൽ കേസുകൾ തീർപ്പാക്കി ബാക്ക്ലോഗ് കുറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ പ്രത്യേക കോടതി വഴിയാണ് ഇതിന് ശാശ്വത പരിഹാരം കാണേണ്ടതെന്നും MPമാർ വാദിക്കുന്നു. പല ഇരകളും വിചാരണയ്ക്കായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നു. ഉദാഹരണത്തിന് MP ഷാർലറ്റ് നിക്കോളസ് തന്നെ തന്റെ കേസിനായി 1000 ദിവസത്തിലധികം കാത്തിരിക്കേണ്ടി വന്നു എന്ന അനുഭവം പങ്കുവച്ചു. ഈ നിർദ്ദേശം അംഗീകരിച്ചില്ല എങ്കിൽ 90ഓളം ലേബർ MPമാർ സർക്കാരിനെതിരെ വോട്ട് ചെയ്യാനോ വിട്ടുനിൽക്കാനോ സാധ്യതയുണ്ട്. ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്ന കാര്യമാണ് ഇതെന്നും MPമാർ ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ കോടതികളിൽ കേസുകളുടെ ബാഹുല്യം കുറയ്ക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ലേബർ ഗവൺമെന്റ് നേരിടുന്നത്. അണ്ഡാശയ അർബുദ ചികിത്സയിൽ പുനർനിർമ്മിച്ച മരുന്ന് ഫലപ്രദമെന്ന റിപ്പോർട്ട്. കുർഷിംഗ് സിൻഡ്രോം ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന റിലാക്കോറിന്റെ എന്ന ഗുളികയാണ് അണ്ഡാശയ അർബുദ ചികിത്സയ്ക്കായി പരീക്ഷിച്ച് വിജയിച്ചത്. സാധാരണ കീമോതെറാപ്പി മാത്രം നൽകുന്നതിനേക്കാൾ അതിനൊപ്പം റിലാക്കോറിന്റെ കൂടി നൽകുന്നത് മരണസാധ്യത 35% കുറയ്ക്കുമെന്നായി പരീക്ഷണം തെളിയിച്ചു. ഈ മരുന്ന് ഉപയോഗിച്ച രോഗികൾ മറ്റു രോഗികളെ അപേക്ഷിച്ച് 4 മാസം കൂടുതൽ ജീവിച്ചു എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്ലാറ്റിനം അധിഷ്ഠിത കീമോതെറാപ്പിയെ പ്രതിരോധിക്കുന്ന അണ്ഡാശയ അർബുദമുള്ള രോഗികളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. ഇത്തരം രോഗികളിൽ ചികിത്സാ വഴികൾ പരിമിതമാണ് എന്നതിനാൽ ഈ കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ശരീരത്തിലെ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ പ്രവർത്തനം ക്യാൻസർ കോശങ്ങളെ കീമോതെറാപ്പിയിൽ നിന്നും സംരക്ഷിക്കാറുണ്ട്. റിലാക്കോറിന്റെ ഈ ഹോർമോണിന്റെ പ്രഭാവം തടയുകയും അതുവഴി കീമോതെറാപ്പി ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നത് കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യുന്നു. ഈ മരുന്ന് ഇപ്പോൾ പരീക്ഷണത്തിന്റെ 3ാം ഘട്ടത്തിലാണ്. UK പോലുള്ള രാജ്യങ്ങളിൽ ഇത് പൊതുവായ ചികിത്സയ്ക്കായി അംഗീകരിക്കുന്നതിന് മുൻപ് കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ്. എങ്കിലും അമേരിക്കയിലെ FDA ഇതിനകം തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഇതിന്റെ ഉപയോഗത്തിന് അനുമതി നൽകിയിട്ടുണ്ട്. അണ്ഡാശയ അർബുദം ബാധിച്ച രോഗികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടുവയ്പായിട്ടാണ് ശാസ്ത്രലോകം ഇതിനെ നോക്കിക്കാണുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ ഇറാനുമായുള്ള സമാധാന ചർച്ചകൾക്കായി US വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. ഇറാനുമായി വെടിനിർത്തൽ കരാറിലെത്തുവാനും മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുവാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ സന്ദർശനം. 1979 ഇറാൻ വിപ്ലവത്തിന് ശേഷം USഉം ഇറാനും തമ്മിൽ നടക്കുന്ന ഏറ്റവും അപൂർവവും പ്രധാനപ്പെട്ടതുമായ നയതന്ത്ര ഇടപെടലുകൾ ഒന്നാണ് ഈ ചർച്ച. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ചർച്ചയിലൂടെ അവസാനം കണ്ടെത്താനാകും എന്ന വിലയിരുത്തലിലാണ് വാൻസിന്റെ യാത്ര. ചർച്ചകൾക്കായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായകമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നും ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷയെന്നും വാഷിംഗ്ടണിൽ നിന്നും പുറപ്പെടുമ്പോൾ വാൻസ് പ്രതികരിച്ചിരുന്നു. അമേരിക്കയുടെ താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള കരാറുകൾ മാത്രമേ ട്രംപ് അംഗീകരിക്കുള്ളൂ എന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നു. ചർച്ചകളെക്കുറിച്ച് വാൻസ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. എങ്കിലും ഇറാൻ തങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ
അമേരിക്കൻ ചർച്ചാ സംഘം അതിനോട് സഹകരിക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്ണർ തുടങ്ങിയ മുതിർന്ന ഉദ്യോഗസ്ഥരും വാൻസിനൊപ്പമുള്ള ഉന്നതതല സംഘത്തിലുണ്ട്. വെടിനിർത്തൽ വ്യവസ്ഥകളെക്കുറിച്ച് ഇരുപക്ഷവും തമ്മിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ലെബനനിലെ യുദ്ധം നിർത്തുന്നത് കരാറിന്റെ ഭാഗമാണെന്നും ഇറാൻ വാദിക്കുമ്പോൾ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും അത് അംഗീകരിക്കുന്നില്ല. കൂടാതെ ഇറാൻ അടച്ച ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇറാൻ യുദ്ധവും തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടലും മൂലമുണ്ടായ ഇന്ധന വില വർധനവിനെ തുടർന്ന് യുഎസിലെ പണപ്പെരുപ്പം 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. യുഎസ് തൊഴിൽ വകുപ്പിന്റെ കണക്കനുസരിച്ച് മാർച്ച് വരെ 12 മാസത്തിനിടെ ഉപഭോക്തൃ വില 3.3% വർധനവ്. ഫെബ്രുവരിയിൽ ഇത് 2.4%. 2024 മെയ് മാസത്തിനു ശേഷം ഏറ്റവും വലിയ വാർഷിക വർധനവാണിത്. ഫെബ്രുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ വിലയിൽ 0.9% വർധനവുണ്ടായത്. ഉയർന്ന പെട്രോൾ വിലയാണ് ഇതിന് പ്രധാന കാരണമായി മാറിയതും. 2022 ശേഷം ഏറ്റവും വലിയ പ്രതിമാസ മാറ്റമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് ഏതാണ്ട് പൂർണ്ണമായും അടച്ചുപൂട്ടിയതോടെ എണ്ണവില കുതിച്ചുയർന്നു. ഫെബ്രുവരി മുതൽ മാർച്ച് വരെ ഗ്യാസ് വില 21.2% വർദ്ധിച്ചു. 1967 സർക്കാർ കണക്കുകൾ നിരീക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ വർധനവ് കൂടിയാണ് ഇത്. കാലിഫോർണിയ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ആഘാതം പ്രത്യേകം ദൃശ്യമാണ്. അവിടെ ഗ്യാസ് വില ഇതിനകം തന്നെ യുഎസിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരുന്നു. കാലിഫോർണിയയിൽ വ്യാഴാഴ്ച ഒരു ഗാലൻ ഗ്യാസിന്റെ ശരാശരി വില $5.93 ആയിരുന്നു. ദേശീയ ശരാശരി $4.16 ആയിരിക്കെയാണ് ഈ വർധനവ്. പണപ്പെരുപ്പത്തിന്റെ 3/4 ഭാഗവും ഗ്യാസ് വിലയിലെ വർധനവിനെ തുടർന്നാണ് ഉണ്ടായത്. കൂടാതെ ഉയർന്ന ഊർജ്ജ വിലയും താരിഫുകളുടെ സ്വാധീനവും കാരണം വിമാന ടിക്കറ്റുകളുടെയും വസ്ത്രങ്ങളുടെയും വിലകൾ ഈ മാസത്തിൽ വർദ്ധിച്ചു. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ മാറ്റമൊന്നുമില്ലെങ്കിലും ഗതാഗതം, വളം ചെലവുകളിൽ വർധനവ് ആഘാതം സൃഷ്ടിക്കാൻ തുടങ്ങിയാൽ അവ വീണ്ടും ഉയർന്നേക്കാം. എണ്ണയ്ക്ക് പുറമെ വളം, അലുമിനിയം, ഹീലിയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ഹോർമൂസ് കടലിടുക്ക് നിർണായക പാതയാണ്. നിർണായക ജലപാത വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷ യുഎസ് ഇറാൻ ചർച്ചകൾ ഉയർത്തിയിട്ടുണ്ട് എങ്കിലും ഊർജ്ജ വിതരണം സാധാരണ നിലയിലാക്കാൻ സമയമെടുത്തേക്കാം. എണ്ണവില ഉയർന്ന നിലയിൽ നിന്നും കുറഞ്ഞുവെങ്കിലും യുദ്ധത്തിന് മുമ്പുള്ളതിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്നും ട്രംപിന്റെ താരിഫുകൾ പണപ്പെരുപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. 2028 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് യുഎസ് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ സൂചന. നാഷണൽ ആക്ഷൻ നെറ്റ്വർക്ക് കൺവെൻഷൻ സംസാരിക്കവേ ഭാവി പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യത്തിനാണ് താൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് എന്ന് അവർ മറുപടി പറഞ്ഞത്. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നോമിനിയായിരുന്ന കമല ഹാരിസ് തന്റെ അനുഭവവും സന്നദ്ധതയും ചൂണ്ടിക്കാട്ടി പ്രവർത്തനം തനിക്കറിയാമെന്നും അവർ പറഞ്ഞു. പരിപാടിയിലെ പ്രഭാഷകരിൽ ഏറ്റവും ആവേശകരമായ പ്രതികരണമാണ് ഹാരിസിന് ലഭിച്ചത്. അവരുടെ സെഷനിൽ പങ്കെടുത്തവർ വീണ്ടും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ജോ ഷാപിറോ, ജെ.ബി. പ്രിസ്റ്റ്കർ, റോ ഹന്ന എന്നിവരും സമ്മേളനത്തിന് അഭിസംബോധന ചെയ്ത് മറ്റ് സാധ്യതകളുള്ള മത്സരാർത്ഥികളിൽ ഉൾപ്പെടുത്തുന്നു. 2021 മുതൽ 2025 വരെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 49ാമത് വൈസ് പ്രസിഡന്റായ ഹാരിസ് സേവനമനുഷ്ഠിച്ചു. ഈ പദവി വഹിക്കുന്ന ആദ്യ വനിത, ആദ്യ ആഫ്രിക്കൻ അമേരിക്കക്കാരി, ആദ്യത്തെ ദക്ഷിണേന്ത്യൻ അമേരിക്കക്കാരി എന്നീ നേട്ടങ്ങളും സ്വന്തമാക്കി. 2020 ഡെമോക്രാറ്റിക് ടിക്കറ്റിൽ ജോ ബൈഡനൊപ്പം ചേരുന്നതിന് മുമ്പ് സാൻ ഫ്രാൻസിസ്കോ ഡിസ്ട്രിക്റ്റിൽ അറ്റോർണർ, കാലിഫോർണിയ അറ്റോർണി ജനറൽ, യുഎസ് സെനറ്റർ എന്നീ നിലകളിൽ അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉൾപ്പെടുന്നു. ചന്ദ്രയാത്ര കഴിഞ്ഞെത്തിയ ആർട്ടിമിസ് ദൗത്യത്തിലെ 4 ബഹിരാകാശ യാത്രികരെയും പേടകത്തിൽ നിന്ന് സുരക്ഷിതമായി പുറത്തെടുത്തു. കമാൻഡർ റീഡ് വൈസ്മാൻ ആണ് അവസാനമായി പുറത്തു വന്നത്. തുടർന്ന് എല്ലാവരെയും ലൈഫ് ബോട്ടിലേക്ക് മാറ്റി. നാവികസേനയുടെ 2 ഹെലികോപ്റ്ററുകളിലേക്ക് യാത്രികരെ മാറ്റി. പിന്നീട് റിക്കവറി കപ്പലായ USS ജോൺ ബി മർത്തയിലേക്കാണ് എത്തിച്ചത്. ദൗത്യ സംഘത്തെ അഭിനന്ദിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. യാത്ര അതിവിശിഷ്ടമായിരുന്നെന്നും ലാൻഡിംഗ് പൂർണ്ണമായും വിജയകരമായിരുന്നു എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ വഴി പ്രതികരിച്ചു. യാത്രികരെ ഉടൻ വൈറ്റ് ഹൗസിൽ കാണുമെന്നും ഇത് വീണ്ടും ആവർത്തിക്കും. അടുത്ത ലക്ഷ്യം ചൊവ്വാഴ്ചയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിർജീനിയയിലെ ഷാർലസ് വില്ലയിലെ ട്രംപിന്റെ വൈനറിയിൽ നിന്നും സ്പ്ലാഷ് ഡൗൺ തത്സമയം കണ്ടതായും വൈറ്റ് ഹൗസ് അറിയിച്ചു. ഇതിനിടെ ബഹിരാകാശ യാത്രികർ എല്ലാവരും ആരോഗ്യവാന്മാരെന്നും നാസ വ്യക്തമാക്കി. സമീക്ഷ യുകെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 4ാമത് ദേശീയ വടംവലി മത്സരത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സ്വാഗത സംഘവും വിവിധ ഉപസമിതികളും രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട യോഗം സമീക്ഷ യുകെ നാഷണൽ ട്രഷറർ അഡ്വക്കേറ്റ് ദിലീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. യോഗത്തിൽ ബൈജു നാരായണനെ സ്വാഗത സംഘം ചെയർമാനായും അഖിൽ ശശിയെ ജനറൽ കൺവീനറായും ആന്റണി ജോസഫിനെ, ജോബി ജോൺസിനെയും കോർ കമ്മിറ്റി ജോയിന്റ് കൺവീനർമാരായും തിരഞ്ഞെടുത്തു. സമീക്ഷ യുകെയുടെ മുഴുവൻ സെക്രട്ടേറിയറ്റ്, നാഷണൽ കമ്മിറ്റി അംഗങ്ങളും ഏരിയ സെക്രട്ടറിമാരും ഉൾപ്പെട്ട കോർ കമ്മിറ്റിയും ഇതോടൊപ്പം രൂപീകരിച്ചു. മത്സരത്തിൽ വിജയകരമായ നടത്തിപ്പിനായി ഫിനാൻസ് കമ്മിറ്റിയുടെ പ്രോഗ്രാം കമ്മിറ്റി, മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി,
വെന്യൂ, ഫുഡ് കമ്മിറ്റി, റിസപ്ഷൻ കമ്മിറ്റി, വോളണ്ടിയർ കമ്മിറ്റി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്മിറ്റി എന്നീ വിവിധ ഉപസമിതികളും രൂപീകരിച്ചു. യുകെയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുമുള്ള പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മിറ്റികൾ രൂപവൽക്കരിച്ചത്. അഡ്വക്കേറ്റ് ദിലീപ് കുമാർ ഫിനാൻസ് കമ്മിറ്റി കൺവീനറായും, വിപിൻ രാജ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനറായും, ഗ്ലിറ്റർ കോട്ട പോൾ മീഡിയ ആൻഡ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാനായും, ജോബി ജോസ് വെന്യൂ, ഫുഡ് കമ്മിറ്റി കൺവീനറായി, മിഥുൻ സണ്ണി റിസപ്ഷൻ കമ്മിറ്റി കൺവീനറായും, ബൈജു പി കെ വോളണ്ടിയർ കമ്മിറ്റി കൺവീനറായും, സ്വരൂപ് കൃഷ്ണൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കമ്മിറ്റി കൺവീനറായും തെരഞ്ഞെടുത്തു. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.40 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 93.09 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 109.24 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.33 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട സംഘത്തിലെ 3 പേർ ബീഹാറിൽ പിടിയിൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത്. ബക്സർ ജില്ലയിലെ സിംറി പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ കേസിലെ പ്രധാന പ്രതി അമൻ തിവാരി പിടിയിലായി. ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് മറ്റു 2 പ്രതികളുടെ വിവരങ്ങൾ ലഭിക്കുകയും അറസ്റ്റിലേക്ക് നീങ്ങുകയുമായിരുന്നു. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു. പദ്ധതി നടപ്പിലാക്കാൻ പ്രതികൾ സമയപരിധി നിശ്ചയിക്കുകയും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും പണം തേടിയതായും വിവരമുണ്ട്. റെയ്ഡിനിടെ പ്രതികളിൽ നിന്നും ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തു. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. ലെബനിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇസ്രായേൽ ലെബനിൽ നടത്തിയ ആക്രമണത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. 2 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയുടെ പ്രതികരണം എത്തിയത്. ഏതൊരു രാജ്യത്തെയും ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് ഇന്ത്യ എക്കാലവും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത്. അന്താരാഷ്ട്ര നിയമങ്ങളും പരമാധികാരത്തെയും അതിർത്തികളെയും മാനിക്കലും ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലെബനനിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഇടക്കാല സേനയിലേക്ക് സൈനികരെ നൽകുന്ന രാജ്യമെന്ന നിലയിൽ കൂടി ഇന്ത്യ ഈ സംഭവത്തിൽ ഏറെ അസ്വസ്ഥരാണ് എന്നും ജയ്സ്വാളിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ലെബനനിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇസ്രയേലുമായി ഇന്ത്യൻ സർക്കാർ അടുത്ത ബന്ധം വെച്ചു പുലർത്തുന്നത് കൊണ്ടാണ് വിവിധ രാജ്യങ്ങൾ അപലപിച്ചിട്ടും ഇന്ത്യ ഇസ്രയേൽ ആക്രമണത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകാത്തതെന്നും വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏപ്രിൽ 8-ന് ഇസ്രയേൽ ലെബനിൽ വലിയ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിൽ 300-ൽ ഏറെ പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അസമിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് APCC അധ്യക്ഷനും MP-യുമായ ഗൗരവ് ഗൊഗോയ് ജനങ്ങൾ നൽകിയ അഭൂതപൂർവമായ പിന്തുണയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തവണ ജനങ്ങളുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള സർക്കാർ രൂപീകരിക്കപ്പെടും. സംസ്ഥാനത്ത് വേണ്ടത്ര തൊഴിലവസരങ്ങൾ ഇല്ലാതിരുന്നതിനാൽ യുവജനങ്ങൾ അതൃപ്തിയിലായിരുന്നു. തേയില വ്യവസായത്തെയോ പ്രാദേശിക വ്യവസായങ്ങളെയോ മെച്ചപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നും ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കി. 40 വയസ്സിന് താഴെയുള്ള നിരവധി പേർ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി. 13 വനിതാ സ്ഥാനാർത്ഥികൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ചില ആളുകൾ പാർട്ടി വിട്ടതോടെ പുതിയ കോൺഗ്രസിനെയാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചതെന്നും ഗൗരവ് ഗൊഗോയ് വ്യക്തമാക്കി. AIUDF-നെ ഒഴിവാക്കി അസം ജാതീയ പരിഷത്ത്, രജിയോ ദൾ, CPI, CPIML, APHLC എന്നീ പാർട്ടികളെ ഉൾപ്പെടുത്തി ശക്തമായ മുന്നണിയായാണ് പാർട്ടി രൂപീകരിച്ചത്. സഭയ്ക്കും ബിഷപ്പുമാർക്കും എതിരെയുള്ള അധിക്ഷേപങ്ങൾക്ക് പിന്നാലെ BJP നേതാക്കളും NDA സ്ഥാനാർത്ഥികളുമായ PC ജോർജും ഷോൺ ജോർജിനും മറുപടിയുമായി കത്തോലിക്ക സഭ മുഖപത്രം ദീപിക. സഭയ്ക്ക് നേരെ ഭീഷണികൾ ആദ്യത്തേതും അവസാനത്തേതുമല്ല. നിലപാട് ഇനിയും പറയുമെന്നാണ് മുഖപ്രസംഗത്തിലെ മറുപടി. ഈ ഭീഷണി ചരിത്രത്തിൽ ആദ്യത്തേതോ അവസാനത്തേതോ അല്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യില്ല. അതിനു പകരം അതു ഞങ്ങളും നടപ്പാക്കും. നിങ്ങൾ ആരാ ചോദിക്കാൻ? നിങ്ങൾ എത്ര പേരുണ്ട്? ചെറിയ ശതമാനമല്ലേ ഉള്ളൂ. ഭരണകൂടത്തിന്റെ മര്യാദയ്ക്ക് നിന്നെയൊക്കെ ചുമക്കുന്നു എന്നേ ഉള്ളൂ. അടങ്ങിയിരുന്നോണം, കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ. ഈ ഭീഷണി ചരിത്രത്തിൽ ആദ്യത്തേതോ അവസാനത്തേതോ അല്ല എന്ന് മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ലിയോ പാപ്പ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല തലയുയർത്തിയതെന്നും എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണെന്നും ദീപിക ചൂണ്ടിക്കാട്ടുന്നു.
മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അതിനു കേരളത്തിലും പ്രസക്തിയുണ്ട്. എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പാസാക്കുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ മാത്രം വേട്ടയാടി ഉദാഹരണങ്ങൾ നിലനിൽക്കെ FCRIയെ കുറിച്ച് മിണ്ടിപ്പോകരുത് എന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തി വന്നാലും ഇതുതന്നെ നിലപാട് ഇനിയും പറയേണ്ടി വരും. രാഷ്ട്രീയം ദുഷിപ്പുകാർ തട്ടിപ്പറിക്കരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സഭാ വിമർശനങ്ങളെ പിന്തുണച്ച് മുൻ DGPയും BJP അനുഭാവിയുമായ TP സെൻകുമാർ കോർ ഹിന്ദുവിനെ വിട്ട് BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായി പോയപ്പോൾ തന്നെ താൻ ഇതെല്ലാം പറഞ്ഞതാണെന്നും TP സെൻകുമാർ പ്രതികരിച്ചു. കേരളത്തെ പറ്റി ABCD അറിയാത്ത പ്രസിഡന്റ്മാരും മറുത്തു പറയാൻ അറിയാത്ത അനുചാര വൃന്ദവും ഇന്ന് കേരളത്തിലെ BJPയെ എവിടെ എത്തിച്ചു എന്നും അദ്ദേഹം ചോദിച്ചു. ഷോൺ ജോർജും PC ജോർജും പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. വാസ്തവത്തിൽ എല്ലാ ആനുകൂല്യങ്ങളും എടുക്കുന്നതല്ലാതെ അതിന് തക്കതായ എന്തെങ്കിലും ആരെങ്കിലും തിരിച്ചു ചെയ്യുന്നുണ്ടോ? എപ്പോഴും ലാഭം മാത്രം എടുക്കുന്ന സ്വഭാവം. ഇവരുടെയൊന്നും സഹായമില്ല എങ്കിലും ഇന്ത്യ ഭരിക്കാൻ BJPക്ക് സാധിക്കുമെന്നുകൂടി ഇവർക്ക് മനസ്സിലാകണം. അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്. അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കുന്നത് BJP മാത്രമാണ്. അത് കൂടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന എല്ലാ സീറ്റുകളും അവരുടെ യാതൊരു സഹായവും ഇല്ലാതെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി എല്ലാവരും കാണിച്ചാൽ നന്നെന്നും TP സെൻകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു. മുഖ്യമന്ത്രി ചർച്ച ഒഴിവാക്കണമെന്ന പൊതുവികാരം കോൺഗ്രസിൽ ശക്തം. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ശരിയായില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ. എന്നാൽ മുഹമ്മദ് ഷിയാസിന്റെ അഭിപ്രായത്തിൽ ഒരു ഭാഗം മാത്രം എടുത്തു എന്നാണ് സതീശൻ അനുകൂലികളുടെ വിശദീകരണവും. അതേസമയം നേതാക്കൾ അണിയറയിൽ കരുനീക്കങ്ങൾ തുടങ്ങി. MLA-മാരുടെയും ALCCയുടെയും പിന്തുണ ഉറപ്പാക്കാനായി നേതാക്കൾ കരുനീക്കങ്ങൾ തുടങ്ങി. 90 സീറ്റിൽ കുറയാത്ത വിജയമാണ് പോളിംഗിനൊടുവിൽ UDF സ്വപ്നം കാണുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലി കോൺഗ്രസിലെ അവകാശവാദങ്ങൾ തർക്കങ്ങൾ തുടങ്ങി. എറണാകുളത്തുള്ള ആൾ മുഖ്യമന്ത്രി ആകണമെന്നാണ് ആഗ്രഹമെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആദ്യം വെടിപൊട്ടിച്ചു. ഫലം വരുന്നതിന് മുമ്പ് തന്നെ VD സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് പരോക്ഷമായി പറഞ്ഞത് മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണത്തിന് പിന്നാലെ മറുപടികളെത്തി. കേരളത്തിലുള്ള ആളാകുമെന്നും രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. കോൺഗ്രസിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതിനാൽ ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന K സുധാകരന്റെ അഭിപ്രായത്തിൽ തെറ്റില്ലെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. എന്നാൽ നഷ്ടങ്ങൾ നേരത്തെ പരിചയമുള്ള ആളായ തനിക്ക് ആശങ്കയില്ലെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഫലം മാധ്യമങ്ങൾക്ക് വലിയ ചർച്ച നടത്തേണ്ടി വരാതെ തീരുമാനമെടുക്കുമെന്ന ആത്മവിശ്വാസമാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് പങ്കുവച്ചത്. ചർച്ചകൾ സജീവമാകുമ്പോൾ തർക്കമില്ലാതെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. ഇനി സ്പോർട്സ്. ലാലിഗയിലെ നിർണായക പോരിൽ ജിറോണയോട് സമനില വഴങ്ങിയ റയൽ മാഡ്രിഡ്. റയലിലെ സ്വന്തം തട്ടകമായ ബെർബണിൽ നടന്ന മത്സരം 1-1 സമനിലയിലാണ് അവസാനിച്ചത്. സമനില വഴങ്ങിയതോടെ കിരീട പോരാട്ടത്തിൽ റയലിന് തിരിച്ചടിയായി. 31 മത്സരങ്ങളിൽ നിന്നും 22 ജയവും 4 സമനിലയും 5 തോൽവിയുമായി 70 പോയിന്റുകളാണ് റയലിനുള്ളത്. ഒരു മത്സരം കുറച്ചു കളിച്ച ബാഴ്സലോണ 25 ജയം 1 സമനില 4 തോൽവി എന്നിങ്ങനെയായിരുന്നു 76 പോയിന്റുണ്ട്. കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടറിൽ ഫൈനലിൽ ആദ്യ പാദത്തിൽ റയൽ ജർമ്മൻ കരുത്തരായ ബയൺ മ്യൂണിക്കോട് 1-നെതിരെ 2 ഗോളുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാറ്റോ സഖ്യത്തിൽ നിന്നും പിന്മാറുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയിൽ പ്രതികരണവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. നാറ്റോയിൽ തുടരുന്നത് അമേരിക്കയുടെ തന്നെ താൽപര്യങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണെന്നും നാറ്റോ അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിനും സുരക്ഷയ്ക്കും അത്യന്താവശ്യമാണെന്നും സ്റ്റാമർ. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെങ്കിലും എണ്ണവിലയിൽ കുതിച്ചുകയറ്റം. ലെബോണിലെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾ വീണ്ടും സംഘർഷത്തിലേക്ക് തള്ളിവിട്ടു. ഇംഗ്ലണ്ടിലെ NHS മേഖലയിൽ നിലനിൽക്കുന്ന പണിമുടക്കുകൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ മങ്ങുന്നതായി റെസിഡന്റ് ഡോക്ടർമാരുടെ നേതാവ് ഡോക്ടർ ജാക്ക് തച്ചർ. ചർച്ചകളിൽ സർക്കാർ സത്യസന്ധത കാണിക്കുന്നില്ല എന്നും ഡോക്ടർമാരെ പൊതുജനത്തിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം. 2008 ശേഷമുണ്ടായ പണപ്പെരുപ്പത്തിന് ആനുപാതികമായി ശമ്പളത്തിന്റെ 26% വർധനവ് വേണമെന്നും ഡോക്ടർമാർ. ആർടെമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ഭൂമിയിൽ തിരികെ എത്തി 4 പേരെയും അഭിനന്ദിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശാന്തസമുദ്രത്തിൽ ഇറങ്ങിയ 40 സംഘത്തിൽ US നാവികസേനയുടെ കപ്പൽ രാജ്യത്തെത്തിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട 3 പേർ ബീഹാറിൽ പിടിയിൽ. പോലീസ് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രധാന പ്രതി അമൻ തിവാരി പിടിയിലായത് ബക്സർ ജില്ലയിലെ സിംറി പ്രദേശത്ത് നടത്തിയ റെയ്ഡിൽ. കേസിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും പോലീസ്. പദ്ധതി നടപ്പിലാക്കാൻ പ്രതികൾ സമയപരിധി നിശ്ചയിക്കുകയും വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്ന് പണം തേടിയതായും റിപ്പോർട്ട്.
ലെബനിൽ നടക്കുന്ന ആക്രമണങ്ങൾ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഇസ്രായേൽ ലെബനിൽ നടത്തിയ ആക്രമണത്തോട് പ്രതികരിച്ചത്. ഇന്ത്യ എക്കാലവും പ്രഥമ പരിഗണന നൽകിയിട്ടുള്ളത് ഏതൊരു രാജ്യത്തെയും ജനങ്ങളുടെ സുരക്ഷയ്ക്കാണെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ്. ലെബനിലെ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. സഭയ്ക്കും ബിഷപ്പുമാർക്കുമെതിരെയുള്ള അധിക്ഷേപങ്ങൾക്ക് പിന്നാലെ ബി.ജെ.പി. നേതാക്കളും എൻ.ഡി.എ സ്ഥാനാർത്ഥികളുമായ പി.സി. ജോർജിനും ഷോൺ ജോർജിനും മറുപടിയുമായി കത്തോലിക്ക സഭ മുഖപത്രം. സഭയ്ക്ക് നേരെ ഭീഷണികൾ ആദ്യത്തേതും അവസാനത്തേതുമല്ലെന്നും ഇനിയും നിലപാട് തുറന്നു പറയുമെന്നും മുഖപ്രസംഗം. പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും സഭാ വിമർശനങ്ങളെ പിന്തുണച്ച് മുൻ DGP-യും ബി.ജെ.പി. അനുഭാവിയുമായ ടി.പി. സെൻകുമാർ. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായി ഹിന്ദുവിനെ വിട്ട് ബി.ജെ.പി. പോയപ്പോൾ തന്നെ താൻ ഇതെല്ലാം പറഞ്ഞതാണെന്നും സെൻകുമാർ. മുഖ്യമന്ത്രി ചർച്ച ഒഴിവാക്കണമെന്ന പൊതുവികാരം കോൺഗ്രസിൽ ശക്തമാകുന്നു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത് ശരിയല്ലെന്ന നിലപാടിൽ കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ. UDF സ്വപ്നം കാണുന്നത് 90 സീറ്റിൽ കുറയാത്ത വിജയം. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലി കോൺഗ്രസിലെ അവകാശവാദങ്ങൾ തർക്കങ്ങളും ആരംഭിച്ചു. ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന കെ സുധാകരന്റെ അഭിപ്രായത്തിൽ തെറ്റില്ല എന്ന് KC വേണുഗോപാൽ. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.